2005 ഡൽഹിയിലെ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരുന്ന 15 വയസ്സുകാരി ലക്ഷ്മി അഗർവാളിൻ്റെ അടുത്തേക്ക് 32-കാരനായ നയീം ഖാനും കൂട്ടാളികളും എത്തുന്നു. അതിനു മുൻപത്തെ ദിവസം നയീം ഖാൻ ലക്ഷ്മിയോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും ലക്ഷ്മി അത് നിരസിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ പ്രതികാരമായി നയീം ഖാൻ തൻ്റെ കയ്യിലിരുന്ന ആസിഡ് ആ 15-കാരിയുടെ മുഖത്തേക്ക് എറിഞ്ഞു. വെന്തുപോയി അവളുടെ മുഖം. 7 വർഷത്തിനിടെ 7ഓളം സർജറികൾ നടത്തി അവൾ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഖാനെതിരെയും ഇന്ത്യയിലെ ആസിഡ് വിൽപ്പനയ്ക്കെതിരെയും അവൾ പോരാട്ടം ആരംഭിച്ചു. ആസിഡ് വിൽപ്പന നിരോധിക്കാനോ കുറഞ്ഞപക്ഷം അത് നിയന്ത്രിക്കാനോ ആയി കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു. കടകളിൽ നിന്ന് എളുപ്പത്തിൽ ആസിഡ് ലഭ്യമാകുന്ന ഇന്ത്യയിൽ അതിൻ്റെ ദൂഷ്യവശങ്ങൾ ആളുകൾ മനസ്സിലാക്കുന്നതിനായി സ്റ്റോപ്പ് ആസിഡ് സെയിൽ എന്ന വലിയ ക്യാമ്പയിൻ ആരംഭിച്ചു. ആസിഡ് ആക്രമണങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവർക്ക് ആത്മവിശ്വാസം പകരാനായി മുന്നോട്ടിറങ്ങി. അവരുടെ പുനരധിവാസം, മെഡിക്കൽ, നിയമസഹായം എന്നിവ നൽകാനായി ചാൻ ഫൗണ്ടേഷൻ ആരംഭിച്ചു. ആസിഡ് ആക്രമണങ്ങൾ അതിജീവിച്ചവർക്കായി ഷീറോസ് ഹാങ് ഔട്ട് എന്ന കഫേ തുറന്നു. ഇന്ന് ആസിഡ് ആക്രമണങ്ങൾക്കെതിരെ ഇന്ത്യയിൽ പോരാടുന്ന മുന്നണി പോരാളിയാണ് ലക്ഷ്മി അഗർവാൾ.